ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് SU2 ഐസോസ്പിൻ ആൻഡ് SU3 ഫ്ലേവർ സിമെട്രി. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ ഫിസിക്സിലെ ഗ്രൂപ്പ് തിയറി ആയിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സിലെ ഗ്രൂപ്പ് തിയറിയുടെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1930 ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസസ് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം മാസ്സാണെന്ന് കണ്ടു. ഏകദേശം 1.6% മാസ് ഡിഫറൻസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസ് കമ്പയർ ചെയ്തപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് വാസ് അറൗണ്ട് 1836 ടൈംസ്, ദാറ്റ് ഈസ് അറൗണ്ട് 2000 times multiple of that of the mass of electron. Okay, so there is a large mass difference. നമുക്കറിയാം strong interaction, that is nuclear forces are charge independent. അപ്പോൾ നോക്കി നോക്കൂ, Heisenberg proposed that the nuclear force is charge independent. The neutron mass differs from that of the proton by only 1.6%. If this tiny mass difference is ignored, the neutron and proton may be considered as two charge or isospin states of a doublet called a nucleon. അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ചാർജ് ഡിഫറൻസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഒരു ന്യൂക്ലിയോണിൻ്റെ രണ്ട് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവയാണ് എന്ത് പറയുന്നത്, ഐസോസ്പിൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ചാർജ് ഡിഫറൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ന്യൂട്രോണും പ്രോട്ടോണും ആ ഒരു ന്യൂക്ലിയോണിൻ്റെ രണ്ട് ചാർജ്, അതായത് രണ്ട് ചാർജ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോസ്പിൻ എന്ന് വിളിക്കുന്നത്. The isospin I has Z projection. I3 is equal to half for the proton and I3 is equal to minus half for the neutron. അപ്പോൾ ഈ ഒരു I3 വേണമെങ്കിൽ നമുക്ക് IZ എന്നും ഡിനോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്രോട്ടോണിൻ്റെ I3 എത്രയാണ്, ഹാഫും അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ I3, അതായത് ഐസോസ്പിന് മൈനസ് ഹാഫും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Isospin has nothing to do with spin, the particle's intrinsic angular momentum, but isospin obeys the same mathematical relations as the spin state. For the nucleon, I is equal to tau by 2 are the usual Pauli matrices, and the plus or minus half isospin states are eigenvectors of Pauli matrix Z3. അതായത് ടോ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പോളി മെട്രിക്സിനെ തന്നെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാരിയേഴ്സിനെയാണ് പയോൺസ് എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, ത്രീ ചാർജ് സ്റ്റേറ്റ് ഓഫ് ദി പയോൺ, പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ് ഫോം എ ട്രിപ്ലറ്റ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഫോഴ്സ് കാരിയേഴ്സ് ആണ് എന്ത്, പയോൺസ്. ദ പയോൺസ് ഇസ് ദ ലൈറ്റസ്റ്റ് of all strongly interacting particles and is the carrier of the nuclear force at long distances. ഇപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു ചാർജ് കാരിയറാണ് പയോൺസ് എന്ന് പറഞ്ഞു. ആ പയോൺസിന് എത്ര സ്റ്റേറ്റ് ഉണ്ട്, 3 സ്റ്റേറ്റ്. അതായത് അതൊരു ട്രിപ്ലറ്റ് ഫോം ചെയ്യുന്നുണ്ട്, പൈ പ്ലസ്, പൈ സീറോ, പൈ മൈനസ്, അതാണ് ട്രിപ്ലറ്റ്. The strong interaction treats like members of these particles families or multiplets and conserves isospin. അപ്പോൾ ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സിൻ്റെ ഒക്കെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദ കറസ്പോണ്ടിങ് സിമെട്രി ഈസ് ദ SU2 ഐസോസ്പിൻ ഗ്രൂപ്പ്. ഇത്തരത്തിലുള്ള കറസ്പോണ്ടിങ് സിമെട്രിയാണ് എന്ത്, SU2 ഐസോസ്പിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ റിലവൻറ്റ് കൺസേർവ്ഡ് ക്വാണ്ടം നമ്പേഴ്സ് that are analogues and generalization of Lz and L2 from SO3 are I3 and I2 for isospin and Y for hypercharge. ഇപ്പോൾ SO3യുടെ കേസിൽ വരുന്ന രണ്ട് ക്വാണ്ടം നമ്പേഴ്സാണ് LZഉം L2ഉം. ഏതൊക്കെയാണ് SO3യുടെ കേസിൽ വരുന്ന രണ്ട് ക്വാണ്ടം നമ്പേഴ്സ്, LZഉം L2ഉം. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് I3യും അതേപോലെ തന്നെ I2ഉം ആണ് ഫോർ ഐസോസ്പിൻ. ഇനി Y എന്ന് പറയുന്നത് ഹൈപ്പർ ചാർജ് ആണ്, അതൊരു ന്യൂ ക്വാണ്ടിറ്റി ആണ്. Particles may be grouped into isospin multiplets. Hypercharge is twice the average charge of the multiplet. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്.
ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ y എന്ന് പറയുന്നത് എന്താണ്? y വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് ഓഫ് 0 പ്ലസ് 1 ആണ് വരിക. എങ്ങനെയാണ് y കാൽക്കുലേറ്റ് ചെയ്യുക? 2 ഇൻറ്റു ഹാഫ് ഓഫ് 0 പ്ലസ് 1. അപ്പോൾ ആ 0 എന്നുള്ളത് ന്യൂട്രോണിൻ്റെ ചാർജും 1 എന്നുള്ളത് എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജുമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അതൊരു ന്യൂക്ലിയോണിൻ്റെ മൊത്തത്തിലുള്ള y ആണ്. അപ്പോൾ ന്യൂക്ലിയോണിൻ്റെ y എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്? y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് ഓഫ് അതിൻ്റെ ബ്രാക്കറ്റിൽ 0 പ്ലസ് 1 വരും. അതിലെ 0 എന്നുള്ളത് ന്യൂട്രോണിൻ്റെ ചാർജും 1 എന്നുള്ളത് പ്രോട്ടോണിൻ്റെ ചാർജുമാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അതാണ് ന്യൂക്ലിയോണിൻ്റെ ഹൈപ്പർ ചാർജ് എന്ന് പറയുന്നത്. ഇനി അയോണിൻ്റെ കേസിൽ y എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ്, ഇനി ബ്രാക്കറ്റിൽ 1 പ്ലസ് 0 മൈനസ് 1. 1 എന്ന് പറയുന്നത് പൈ പ്ലസിൻ്റെ ചാർജ്, 0 എന്ന് പറയുന്നത് പൈ സീറോൻ്റെ ചാർജ്, മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പൈയുടെ ചാർജ്. അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. The hypercharge and isospin values of baryon are listed in table. എന്നൊരു ടേബിൾ ഇപ്പോൾ കാണിച്ചു തരാം. അതിനുശേഷം ദേ ഫോം ആൻ ഒക്ടറ്റ്. അതെല്ലാം കൂടിയിട്ട് ഒരു ഒക്ടറ്റ് ഫോം ചെയ്യുന്നു. അതിനുള്ള വേറെ ഫിഗറുണ്ട്, അതും കാണിക്കാം. ആഫ്റ്റർ വിച്ച് ദ കറസ്പോണ്ടിങ് സിമെട്രി ഈസ് കോൾഡ് 8-fold way. അങ്ങനെ കിട്ടുന്ന സിമെട്രിക്കാണ് നമ്മൾ 8-fold way എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ചാർജും ഐസോസ്പിൻ വാല്യൂസ് ഓഫ് ബാരിയോൺസും ഉള്ള ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തോ ഇതാണ് ആ പറഞ്ഞ ടേബിൾ. അപ്പോൾ ഇതിൽ കാസ്കേഡ് പാർട്ടിക്കിൾസ് ഹാവ് 2 സ്റ്റേറ്റ്സ്. കണ്ടോ ഏതൊക്കെയാണ്? മൈനസും സൈ മൈനസും സൈ പ്ലസും. ഓക്കെ, അതേപോലെ തന്നെ സിഗ്മ പാർട്ടിക്കിൾസ് ഹാവ് 3 സ്റ്റേറ്റ്സ്. ഏതൊക്കെ 3 സ്റ്റേറ്റുകൾ? സിഗ്മ മൈനസ്, സിഗ്മ പ്ലസ്, അതേപോലെ തന്നെ സിഗ്മ 0. ഓക്കെ, ഇനി ലാംഡയ്ക്ക് ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റേ ഉള്ളൂ. അതേപോലെ തന്നെ ന്യൂക്ലിയോൺസ് ഹാവ് 2 സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണും. അതിൻ്റെ എല്ലാം വൈയും ഐസോസ്പിന്നും തന്നിട്ടുണ്ട്. ഇനി ഇവയുടെ എല്ലാം കൂടി മാസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബാരിയോൺ മൾട്ടിപ്ലക്സിൻ്റെയും മാസസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു എക്സാമ്പിളായിട്ട് നോക്കി നോക്കൂ. സിഗ്മ മൈനസ്, സിഗ്മ 0, സിഗ്മ പ്ലസിൻ്റെ മാസസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ ഓരോന്നിൻ്റെയും വൈയും ഐസോസ്പിൻ ഐയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു I3 ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കുറവുള്ളതിന് നെഗറ്റീവ് വാല്യൂം, അതേപോലെ തന്നെ ചാർജ് കൂടിയതിന് പോസിറ്റീവ് സൈനുമാണ് കൊടുക്കുന്നത്. എന്താ പറഞ്ഞത്? ഇതിൻ്റെ I3 ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ചാർജ് കുറവുള്ളതിന് നെഗറ്റീവ് സൈൻ. അതാണ് ആ ഒരു സിഗ്മ മൈനസിന് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. ചാർജ് കൂടുതലുള്ളതിന് ഏതാ? പോസിറ്റീവ് സൈൻ. അതാണ് സിഗ്മ പ്ലസിന് പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്രോണിന് നമ്മൾ പ്രോട്ടോണിനെക്കാട്ടിലും ചാർജ് കുറവാണ് അല്ലേ? ന്യൂട്രോണിന് പ്രോട്ടോണിനെക്കാട്ടിലും ചാർജ് കുറവാണ്. സോ -½ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോണിനോ +½ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് സിഗ്മ മൈനസിന് -1, സിഗ്മ 0ന് 0, സിഗ്മ +1ന് +1 അങ്ങനെ പോകണം. അപ്പോൾ ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 8 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, സോ ഈ 8 പാർട്ടിക്കിൾസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 8-fold way ഫോം ചെയ്യുന്നുണ്ട്. ദേ വിൽ ഫോം എ 8-fold way. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്? ഒരു I3 ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഹൈപ്പർ ചാർജ് ആൻഡ് തേർഡ് കമ്പോണൻറ്റ് ഓഫ് I3. വൈയും I3യും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ന്യൂട്രോണിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോനെ എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂട്രോൺ തന്നെ എടുക്കുകയാണ്. അതിൻ്റെ y ഈസ് ഈക്വൽ ടു 1ഉം ഐസോസ്പിന്ന് -½ ആണ്. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് ഇവിടെ ഒരു ഒക്ടറ്റും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി കൂട്ടി വരച്ച ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം.
അപ്പോൾ ഈ ന്യൂട്രോണിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോണിൻ്റെ നോക്കി നോക്കൂ, അതിന് +½ ആണ് I3 എന്ന് പറയുന്നത്, Y എന്ന് പറയുന്നത് 1 ആണ്. അതിനനുസരിച്ചിട്ട് അതിനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാറ്റിനെയും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനും ഒരു സിമ്മട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്മട്രീനാണ് എന്ത് പറയുന്നത്, ദിസ് ഈസ് സെറ്റ് ടു ബി ആൻ 8 ഫോൾഡിങ് അല്ലെങ്കിൽ 8 ഫോൾഡ് വേ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ഫോം ആൻ ഒക്ടറ്റ്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ക്വാർക്ക് തിയറി ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നോക്കി നോക്കൂ, ഇൻ 1961 ഗെൽമാൻ ആൻഡ് നീമാൻ suggested that the strong interaction is invariant under SU3. അപ്പോൾ SU3യുടെ കേസിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആയിരിക്കുമെന്നാണ് 1961 ഗെൽമാനും നീമാനും കൂടി പറഞ്ഞത്. ദാറ്റ് ഈസ് സ്ട്രോങ് ഇൻട്രാക്ഷൻ ഹാസ് SU3 ഫ്ലേവർ സിമെട്രി. സ്ട്രോങ് ഇൻട്രാക്ഷന് SU3 ഫ്ലേവർ സിമെട്രി, അതായത് 8 ഫോൾഡ് വേ ആയിരിക്കും എന്നാണ് പറയുന്നത്. The choice of SU3 was based on the two conserved quantum numbers I3 and Y. അപ്പോൾ ഒരു SU3 എന്ന് പറയുന്നത് മെയിനായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, I3യെയും അതേപോലെ തന്നെ Yനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. The group had to have an 8-dimensional representation to account for the barriers. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അതിന് ആ ബാരിയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു 8-dimensional representation വേണം. In a sense, SU3 is the simplest generalization of SU2 isospin. അപ്പോൾ ഇത് SU2 ഐസോസ്പിൻ്റെ ഒരു ജനറലൈസേഷൻ ആണെന്നും നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം ആ ഒരു SU3യുടെ കേസിൽ എന്താ പറഞ്ഞത്, ഫോർ SUN ഗ്രൂപ്പ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. SU ഓഫ് Nന് എത്രയാണ്, N² - 1 ജനറേറ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ SU3യുടെ കേസിൽ എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവും, 3² - 1, അതായത് എത്ര ജനറേറ്റർ ഉണ്ടാവും, 8 ജനറേറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. സോ യു ഹാവ് 8 പാർട്ടിക്കിൾസ് ടു എക്സ്പ്ലെയിൻ. സോ SU3യുടെ ഓരോ ജനറേറ്റേഴ്സും ഓരോ പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ ആ ഒരു SU3 യൂസ് ചെയ്തിട്ട് നമുക്ക് 8 പാർട്ടിക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം SU2ൻ്റെ ജനറേറ്റേഴ്സ് എന്തൊക്കെയാണ്, σ1, σ2, σ3 എന്നിവയാണ്. സോ SU3യുടെ 8 ജനറേറ്റേഴ്സിലെ 3 എണ്ണം ഈ ഒരു σ1ഉം σ2ഉം σ3യും ആയിരിക്കും. സോ 2x2 മെട്രിക്സ് ആയിട്ടുള്ള SU2 ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് 3x3 മെട്രിക്സ് ആയിട്ടുള്ള SU3യിൽ ഉണ്ടായിരിക്കും. എന്താ പറഞ്ഞത്, SU2ൻ്റെ ജനറേറ്റേഴ്സ് σ1, σ2, σ3, അതായത് പോളിമെട്രിസസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു SU3യുടെ 8 ജനറേറ്ററിലെ 3 എണ്ണം ഈ ഒരു σ1ഉം σ2ഉം σ3യും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 2x2 മെട്രിക്സ് ആയിട്ടുള്ള SU2 എന്നുള്ള അല്ലെങ്കിൽ 2x2 മെട്രിക്സ് ആയിട്ടുള്ള SU2 അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്തിലുണ്ടാവും, 3x3 മെട്രിക്സ് ആയിട്ടുള്ള SU3യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു SU3യുടെ 8 ജനറേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ λ1, λ2, λ3 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പോളിമെട്രിസസ് ഇൻക്ലൂഡഡ് ആണ്. നോക്കി നോക്കുക, λ1ൽ ആ ഫസ്റ്റ് A11ൻ്റെ സ്ഥാനത്ത് 0, A12ൻ്റെ സ്ഥാനത്ത് 1, A21ൻ്റെ സ്ഥാനത്ത് 1, A22ൻ്റെ സ്ഥാനത്ത് 0. ആ 4 ടേമും കൂടിക്കഴിഞ്ഞാൽ എന്താണ്, σ1 അല്ലേ. അതേപോലെ λ2ൻ്റെയും ഫസ്റ്റ് ആ 4 കൂടിയിട്ട് ഒരു മെട്രിക്സ് നോക്കുകയാണെങ്കിൽ 0 - I0, അതായത് σ2 ആണ്. ഇനി λ3 നോക്കി നോക്കൂ, ആ ഒരു ഫസ്റ്റ് 4 നോക്കിക്കഴിഞ്ഞാൽ 1 0 0 1 0 - 1, അതെന്താണ്, σ3 ആണ്. അപ്പോൾ ഈ ഒരു λ1, λ2, λ3യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, അതിലൊക്കെ ഒരു പോളിമെട്രിസസ് ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ജനറേറ്റേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഈ ഒരു SU3യുടെ എല്ലാത്തിൻ്റെയും ജനറേറ്റേഴ്സ് എന്തായിരിക്കും, ട്രേസ്ലെസ് ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറേറ്റേഴ്സ് എല്ലാം ട്രേസ്ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഹെർമീഷ്യൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ വരുന്ന രീതിയിൽ നമുക്ക് ബാക്കിയുള്ളവയെല്ലാം എന്ത് ചെയ്യണം, കൺസ്ട്രക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഈ ഒരു λ4ഉം അതേപോലെ തന്നെ λ6 നോക്കിയാൽ അറിയാം. അതിന് λ1നെ റീഅറേഞ്ച് ചെയ്തിട്ട് കിട്ടിയതാണ് λ4ഉം λ6ഉം. നോക്കി നോക്കൂ, λ4 എന്ന് പറയുന്നത് ആ 0 1ന് പകരം 0 0 1 കൊടുത്തു. അതേപോലെ തന്നെ
1 പകരം 100 കൊടുത്തു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഇനി λ6 എന്താ ചെയ്തിരിക്കുന്നത്? ആ λ1 ഫസ്റ്റ് 4 പോളിമെട്രിസസ് വന്നിട്ടുള്ളതെങ്കിൽ λ6 ലാസ്റ്റ് 4 പ്ലേസസിലാണ് എന്ത് വന്നിരിക്കുന്നത്? പോളിമെട്രിസസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് λ5ഉം λ7ഉം λ2നെ റീഅറേഞ്ച് ചെയ്തതാണ്. നോക്കി നോക്കൂ, λ5 എന്ന് പറയുന്നത് λ2 എന്ന് പറയുന്നത് 0 - i ആണ്. λ5 എന്ന് പറയുന്നതോ 0 0 - i ആണ്. അതേപോലെ തന്നെ λ0 i0 എന്ന് വന്നിട്ടുണ്ട്, λ5 i00 എന്നും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി λ7 നോക്കി നോക്കൂ. λ2 ഫസ്റ്റ് 4 ആ ഒരു മെട്രീസാണ് എന്ത്? പോളിമെട്രിസസിൻ്റെ പ്ലേസസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. λ7 ആ ലാസ്റ്റ് 4 പ്ലേസസിലാണ് പോളിമെട്രിസസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു SU3യുടെ 8 ജനറേറ്റേഴ്സ് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് λ1 λ2 λ3 എന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് എന്തെന്ന് കിട്ടി? പോളിമെട്രിസസ് എന്നും കിട്ടി. ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? λ4 λ5 λ6 λ7 വരെ കിട്ടി. λ8 എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു I2, അതായത് 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യണം. I2 എന്ന് പറയുന്നത് 1001. ഓക്കെ, നമുക്കത് 3/3 ആക്കണം. ഓക്കെ, അപ്പോൾ 3/3 ആക്കും വേണം. അതിൻ്റെ എന്ത് ചെയ്യണം? ട്രേസും 0 ആവണം. അപ്പോൾ നമുക്ക് ആദ്യം 1001 എന്നുള്ളതുണ്ട്, അതിനെ 3/3 ആക്കണം. ട്രേസ് 0 ആവണമെങ്കിൽ ആ ഒരു A33 എന്നുള്ള പൊസിഷനിൽ എന്ത് വരണം? -2 വന്നാലല്ലേ ട്രേസ് 0 ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ A33 പൊസിഷനിൽ എന്ത് കൊടുത്തു? -2 കൊടുത്തു. പിന്നെ അത് നോർമലൈസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ടേമാണ് 1/√3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു SU3യുടെ ജനറേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗെൽമാൻ മെട്രീസസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു SU3യുടെ ജനറേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേര്? ഗെൽമാൻ മെട്രീസസ്. So altogether there are 8 generators for SU3 which has order 8. അപ്പോൾ ഈ ഒരു SU3ക്ക് എത്ര ജനറേറ്റർ ഉണ്ട്? 8 ജനറേറ്റർ ഉണ്ട്. അതെങ്ങനെ വന്നെന്ന് പറഞ്ഞു? എങ്ങനെയായിരുന്നു? 3² - 1 അല്ലേ? n² ആണ്. n² - 1 ആണ് കോമൺ ഫോർമുല. ഇവിടെ 3² - 1 = 8 കിട്ടി. അപ്പോൾ 8 ജനറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എത്രയായിരിക്കും? ഓർഡറും 8 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കി നോക്കൂ. Returning to SU3 flavor symmetry, we imagine the Hamiltonian for our 8 baryons to be composed of 3 parts. അതായത് ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഈസ് കമ്പോസ്ഡ് ഓഫ് എ സ്ട്രോങ് പാർട്ട്, എ മീഡിയം പാർട്ട് ആൻഡ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് പാർട്ട്. എന്താണ്? ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഈസ് കമ്പോസ്ഡ് ഓഫ് എ സ്ട്രോങ് പാർട്ട്, എ മീഡിയം പാർട്ട് ആൻഡ് എ ഇലക്ട്രോമാഗ്നറ്റിക് പാർട്ട്. The first part, H strong, has the SU3 symmetry and leads to the 8-fold degeneracy. അപ്പോൾ സ്ട്രോങ് പാർട്ട് ആകുമ്പോൾ നമുക്ക് 8 പാർട്ടിക്കിൾ ജനറേറ്റർ ആണെന്നുള്ളത്. ഓക്കെ, ദെൻ വി വിൽ ഇൻട്രൊഡ്യൂസ് എ സിമെട്രി ബ്രേക്കിംഗ് ടേം H മീഡിയം. ഇവിടെ ഓരോന്നിനും ഓരോ മാസമായിരിക്കും. നോക്കി നോക്കൂ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സിമെട്രി ബ്രേക്കിംഗ് ടേം H മീഡിയം removes the part of the degeneracy, giving the 4 isospin multiplets with different masses. എന്താ പറഞ്ഞത്? അവിടെ നമ്മൾ ആ ഒരു H മീഡിയം എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഓരോന്നിനും ഓരോ മാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് H മീഡിയം വന്നപ്പോൾ അവിടെ 4 മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് മാറി. ആദ്യം ഒരു സിംഗിളേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതവിടെ എന്തായി? 4 മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് അത് മാറി. സോ ഫസ്റ്റ് മൾട്ടിപ്ലെറ്റ്സ് വിൽ ബി ഓഫ് psi particle, second multiplets will be of sigma particle, third multiplets will be of lambda, fourth multiplet ഏതാണ്? ന്യൂക്ലിയോൺ ആണ്. ഓക്കെ, ഫൈനലി the presence of charge dependent forces splits the isospin multiplets and removes the last degeneracy. അപ്പം അതായത് എഗെയിൻ ഈ psi പാർട്ടിക്കിൾ ഓർ കാസ്കേഡ് പാർട്ടിക്കിളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ തന്നെ സിഗ്മയെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലാംഡയെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? സിംഗിൾ ആയതുകൊണ്ട് സിംഗിൾ സ്റ്റേറ്റിൽ തന്നെ ആവും. അതേപോലെ തന്നെ ന്യൂക്ലിയോണിനെ എന്തായിട്ട്? പ്രോട്ടോണും ന്യൂട്രോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
ആൻഡ് ദ ഫിഗർ വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എച്ച് സ്ട്രോങ് എന്നുള്ളത് ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്. ആ ഫസ്റ്റത്തെ സിംഗിൾ ലൈൻ എന്നുള്ളത് നോക്കി നോക്കൂ, അതാണ് എച്ച് സ്ട്രോങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു സിംഗിൾ വരാം. അടുത്തത് എച്ച് മീഡിയം കൂടി വന്നപ്പോൾ എന്തായി, ഇത് 4 ഐസോസ്പിൻ മൾട്ടിപ്പിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നോക്കി നോക്കൂ, കാസ്കേഡ് ഉണ്ട്, സിഗ്മ ഉണ്ട്, ലാംഡ ഉണ്ട്, ന്യൂക്ലിയോൺ ഉണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ കൂടി ആകുമ്പോൾ എന്ത് ചെയ്തു, ഈ മൾട്ടിപ്ലെക്സ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അതായത് കാസ്കേഡിനെ സൈ മൈനസ് സൈ 0 എന്നുള്ള 2 സ്പ്ലിറ്റ് ചെയ്തു. സിഗ്മേനെ സിഗ്മ മൈനസ് സിഗ്മ 0 സിഗ്മ പ്ലസ് അങ്ങനെ 3 സ്പ്ലിറ്റ് ചെയ്തു. കാസ്കേഡ് പിന്നെ ലാംഡ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനില്ല. ന്യൂക്ലിയോണിനെ ന്യൂട്രോണും പ്രോട്ടോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാരിയോൺസിനെ അല്ലെങ്കിൽ ബാരിയോൺ ഒക്ടക്റ്റിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. The octet representation is not the simplest SU3 representation. SU3യുടെ സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഒക്ടറ്റ് റെപ്രസെൻറ്റേഷൻ അല്ല. The simpler representation are the triangular ones as shown in figure, from which all others can be generated by generalized angular momentum coupling. The fundamental representation in figure 1 contains the U, D and S quarks, and figure 2 contains the corresponding antiquarks. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ജനറലൈസേഷൻ ഓഫ് SU3 എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കുലർ ഫോമാണ്. ഇവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് U, D, S എന്നൊക്കെയാണ്. അതെന്താണ്, ഇത് ക്വാർക്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ക്വാർക്സ് ആണ് U, D, S എന്നൊക്കെ പറയുന്നത്. U എന്നുള്ളത് അപ്പാണ്, അപ്പ് ക്വാർക്കാണ്. D എന്ന് പറയുന്നത് ഡോൺ ക്വാർക്കാണ്. S എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ക്വാർക്കാണ്. അപ്പോൾ അപ്പ്, ഡൗൺ ആൻഡ് സ്ട്രേഞ്ച് ക്വാർക്സ് ആണ് U, D, S എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഫിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു ആൻറ്റി ക്വാർക്ക് വരുന്ന സമയത്തെ ഡയഗ്രാമാണ്. ഈ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ആംഗുലർ മൊമെൻറ്റം കപ്ലിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കി നോക്കൂ, ദ ഫണ്ടമെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഫിഗർ 1 കണ്ടെയ്ൻസ് ദ U, അപ്പ്, D, ഡൗൺ ആൻഡ് S സ്ട്രേഞ്ച് ക്വാർക്സ്, ആൻഡ് ഫിഗർ 2 കണ്ടെയ്ൻസ് ദ കറസ്പോണ്ടിങ് ആൻറ്റി ക്വാർക്സ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ദ കൺക്ലൂഷൻ ഈസ് എന്താണ്, ഗ്രൂപ്പ് തിയറി ഐഡൻറ്റിഫൈസ് ആൻഡ് ഫോർമലൈസസ് സിമെട്രീസ്. ഇറ്റ് ക്ലാസിഫൈസ് ആൻഡ് സംടൈംസ് പ്രെഡിക്ട്സ് പാർട്ടിക്കിൾസ്. അതായത് ആ ഒരു ഡയഗ്രാം വരച്ച് അതിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടുത്തെ വൈയും അതേപോലെ തന്നെ ഐസോസ്പിന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിസ്സിംഗ് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അസൈഡ് ഫ്രം saying that one part of the Hamiltonian has SU2 symmetry and other part has SU3 symmetry, group theory says nothing about the particle interaction. അതായത് ഇവിടെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സിമ്മട്രി ഏതാണെന്ന് മാത്രമാണ് ഗ്രൂപ്പ് തിയറി പറയുന്നുള്ളൂ. അവിടുത്തെ പാർട്ടിക്കിളിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ച് പറയുന്നില്ല. എന്താണ് രണ്ടാമത്തെ പോയിന്റ്, ഇവിടുത്തെ 2 ഗ്രൂപ്പ് തമ്മിലുള്ള, അതായത് SU2ഉം SU3 തമ്മിലുള്ള സിമ്മട്രി എന്താണെന്ന് മാത്രമേ ഈ ഒരു ഗ്രൂപ്പ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ചിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഗ്രൂപ്പ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രൂപ്പ് തിയറിയിലെ അവസാനത്തെ പോയിന്റ്. അതായത് ഏതാ, SU2 ഐസോസ്പിൻ ആൻഡ് SU3 8 ഫോൾഡ് വേ. ഓക്കെ, ഈ ഒരു ടോപ്പിക് കൂടി ഈ ഒരു ഗ്രൂപ്പ് തിയറി എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റ് ആയി.